വെള്ളാരം കണ്ണുകൾ പോലെ മനോഹരമായ കണ്ണുകളുള്ള ആ കുട്ടിയോട് സ്കൂളിലെ അധ്യാപിക ചോദിച്ചു, നിനക്ക് ആരായി തീരാനാണ് ആഗ്രഹം? സ്റ്റാമറിംഗ് അഥവാ വിക്ക് ഉണ്ടായിരുന്ന കുട്ടി വിക്കി മറുപടി പറഞ്ഞു, എനിക്ക് സിനിമാ നടനാകാനാണ് ആഗ്രഹം. അവൻ്റെ മറുപടി കേട്ട് കുട്ടികളെല്ലാം കളിയാക്കാൻ തുടങ്ങി. വിക്കനായ നീ എങ്ങനെയാണ് സിനിമാ ഡയലോഗുകൾ പറയുക? പല ദിവസങ്ങളിലും കുട്ടികളുടെ കളിയാക്കലുകൾ കേട്ട് കരഞ്ഞുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയിരുന്നത്. തമിഴ്നാട്ടിലെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ സെൽഫ് കോൺഫിഡൻസ് എന്ന ടോപ്പിക്കിലെ ചെറിയൊരു ഭാഗമാണിത്. കഠിന പരിശ്രമത്തിലൂടെ തൻ്റെ സ്വപ്നം നേടിയെടുത്ത ആ സുന്ദരൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബോളിവുഡിലെ ഗ്രീക്ക് ഗോഡ് എന്നറിയപ്പെടുന്ന ആക്ടർ, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ മുഖങ്ങളിൽ ഒന്നാണെന്ന് പല സർവേകളിലൂടെയും തെളിയിച്ച ഹൃതിക് റോഷന്റെ ഗ്ലാമർ കഥയല്ല ഇത്. മറിച്ച് തൻ്റെ സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ വൈകല്യങ്ങളെ പോരാടി തോൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കഥയാണിത്. ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. അതിൽ നിങ്ങളെ കൊന്നുകളയാത്തത് എന്തും നിങ്ങളെ കരുത്തനാക്കും. പരിമിതികളെ ഓർത്ത് തളർന്നിരിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പ്രചോദനം തന്നെയാണ്. എല്ലാ കഴിവുകളോടും കൂടെ 100% പൂർണ്ണതയിൽ ജനിച്ച വ്യക്തിയായിരുന്നില്ല ഹൃതിക് റോഷൻ. അദ്ദേഹത്തിന്റെ വിജയത്തിനു പിന്നിൽ കഠിന പ്രയത്നത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പാതകളുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ തന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ കാരണമായ ജന്മനാ ഉണ്ടായിരുന്ന വിക്ക് എന്ന വില്ലനെ പോരാടി തോൽപ്പിച്ച കാലഘട്ടം. യൗവനത്തിന്റെ ആരംഭകാലത്ത് നട്ടലിന് നേരിട്ട സ്കോളിയോസിസ് എന്ന രോഗം, നേരെ നടക്കാനോ നൃത്തം ചെയ്യാനോ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ മറ്റൊരു ശാരീരിക അവസ്ഥയായിരുന്നു അത്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് സുന്ദരമായ നൃത്ത ചുവടുകളോടെ ആരാധക മനസ്സിൽ സ്ഥാനമുറപ്പിക്കാൻ ഹൃതിക്കിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായാണ്. നിങ്ങളുടെ ജീവിതകഥ മറ്റാരും പറയാത്ത ഹൃദയസ്പർശിയായ ഒരു കഥയാകണമെങ്കിൽ ആ കഥയിൽ ഉണ്ടാകും വേദനയുടെയും കഠിന പ്രയത്നത്തിന്റെയും അതിജീവനത്തിന്റെയും വഴികൾ. ഒരിക്കലും അവസാനിക്കാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിൽ പരാതി പറഞ്ഞു സ്വയം ദുഃഖിച്ചു കഴിയേണ്ട ആവശ്യം എന്തിനാ? ജീവിതത്തിലായാലും സിനിമയിലായാലും വെല്ലുവിളി നിറഞ്ഞ കഠിനമായ റോളുകൾ ലഭിക്കുന്നത് ബെസ്റ്റ് ആക്ടറിന് തന്നെ ആയിരിക്കും. ലഭിക്കുന്ന റോളുകൾ ഏറ്റവും മനോഹരമാക്കുക എന്നതാണ് ഓരോ വ്യക്തിക്കും സംതൃപ്തി ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം. ബോളിവുഡിലെ പ്രശസ്തനായ സംവിധായകൻ രാകേഷ് റോഷന്റെയും പിങ്കി റോഷന്റെയും മകനായി 1974 ജാനുവരി 10 ജനിച്ചു. പല വിധത്തിലും സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന താരകുടുംബമായ റോഷൻ ഫാമിലിയിൽ നിന്ന് സിനിമയിലേക്ക് പ്രവേശിക്കാൻ ഹൃതിക് റോഷന് വളരെ എളുപ്പമായിരുന്നു. ബാലതാരമായി ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും കുടുംബത്തിൽ ആരും തന്നെ അവനെ സിനിമയിലേക്ക് വരുന്നതിന് പിന്തുണച്ചിരുന്നില്ല. സ്കൂൾ കാലഘട്ടത്തിൽ അപകർഷതാബോധത്തിലേക്കും ഉൾവലിയലിലേക്കും അവനെ നയിച്ച 2 കാര്യങ്ങളുണ്ടായിരുന്നു. ജന്മനാ ഉണ്ടായിരുന്ന വിക്ക്, കൂടാതെ വലതു കൈപ്പത്തിയിലെ 6 വിരലുകൾ ബോഡി ഷേമിങ്ങിനും കാരണമായി. കുട്ടികളുടെ നിരന്തരമായ കളിയാക്കലുകൾ കാരണം സ്കൂളിൽ പോകാൻ തന്നെ അവന് മടിയായിരുന്നു. നേരെ സംസാരിക്കാൻ പോലും കഴിയാത്ത തനിക്ക് ഒരു ആക്ടർ ആകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് പലതവണ കരഞ്ഞിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമായി നിന്ന വിക്ക് എന്ന വില്ലനെ മെരുക്കുക എന്നത് അതികഠിനമായ ജോലി തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ മുന്നിൽ 2 വഴികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് വിക്ക് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതി മുന്നോട്ട് പോവുക. രണ്ടാമത്തേത് ഏത് വിധേനയും അതിനെ അതിജീവിക്കുക. അതിൽ രണ്ടാമത്തെ വഴിയായിരുന്നു തിരഞ്ഞെടുത്തത്. അതിനായി 10ാം വയസ്സു മുതൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുക്കൽ പോയി തുടങ്ങി. ആ കാലത്തെക്കുറിച്ച് സഹോദരി സുനൈന ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്ക് തന്നെ മണിക്കൂറുകൾ പറഞ്ഞു പരിശീലിക്കുമായിരുന്നു. രാത്രിയിൽ വളരെ വൈകിയും സ്പീച്ച് തെറാപ്പിസ്റ്റ് നൽകിയ ഭാഗങ്ങൾ ഉറക്കെ പറഞ്ഞു പരിശീലിക്കുമായിരുന്നു. അങ്ങനെ കഠിന പരിശ്രമം കൊണ്ട്
തന്റെ വിജയത്തിന് തടസ്സമായി നിന്ന വിക്ക് എന്ന വില്ലനെ അദ്ദേഹം മെരുക്കിയെടുത്തു. അതിനുശേഷം സിനിമാ മോഹവുമായി അച്ഛനെ സമീപിച്ചെങ്കിലും ഹൃതിക്കിൽ ഒരു നല്ല നടനുണ്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പഠനം തുടരാൻ മകനെ ഉപദേശിച്ചു. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് മെയിൻ എടുത്ത് പഠനം തുറന്ന ഹൃതിക്കിനെ തേടി 20-ാം വയസ്സിൽ അടുത്ത പരീക്ഷണഘട്ടമെത്തി. അപൂർവമായി കണ്ടുവരുന്ന നട്ടെല്ലിന് നേരിടുന്ന വളവ്, സ്കോളിയോസിസ് എന്ന പ്രോബ്ലം ആയിരുന്നു ഇപ്പോൾ വില്ലൻ. സ്കോളിയോസിസ് എന്ന മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരോട് ഡോക്ടേഴ്സ് പറയാറുണ്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് പാടില്ല, ഡാൻസിങ് പാടില്ല എന്നൊക്കെ. ശക്തമായ പുറം വേദനയും ഈ അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട്. ഒരുപാട് മാസങ്ങളെടുത്തു ഈ ഷോക്കിൽ നിന്നും പുറത്തു വരാൻ. പിന്മാറില്ല എന്ന ദൃഢനിശ്ചയത്തോടെ വ്യായാമവും ചികിത്സയും ആരംഭിച്ചു. ഉയർത്തെഴുന്നേൽക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ ശക്തമായ മറ്റൊരു ശക്തി ഇല്ല എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ആ രോഗാവസ്ഥയും അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ശേഷം സിനിമ സ്ക്രീനിൽ ലോകം പിന്നെ കണ്ടത് പെർഫെക്റ്റ് ബോഡി ഷേപ്പും അസാമാന്യ നൃത്ത ചുവടുകളുമായി ആരാധക മനസ്സിൽ ഇടം തേടിയ ഹൃതിക് റോഷനെയാണ്. വിക്കനായി ജനിച്ച ഹൃതിക് മനോഹരമായ ഡയലോഗ് പറയുന്നു. നിവർന്ന് നടക്കാൻ ഇനി കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ യുവാവ് അതിഗംഭീരമായി നൃത്തം ചെയ്യുന്നു. ബെസ്റ്റ് ഡാൻസർ, ഗുഡ് ആക്ടർ, ഗ്രീക്ക് ഗോഡ്, മോസ്റ്റ് ഹാൻഡ്സം ഫേസ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ വേറെയും. ആത്മവിശ്വാസത്താൽ കഠിന പ്രയത്നം കൊണ്ട് തന്റെ സ്വപ്നം നേടിയെടുത്ത ഹൃതിക് റോഷൻ ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ്. ജീവിതം ഒരു സമ്മാനമാണ്. അസാധ്യമായി ഒന്നും തന്നെയില്ല. എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിൽ വന്നാലും അതിനെ അതിജീവിച്ച് ഗംഭീരമാക്കാം. തകർന്നു പോകുന്ന തരത്തിൽ കൊടുങ്കാറ്റ് വീശിയേക്കാം, എന്നാൽ അതിൽ തകർന്നു പോകാൻ അനുവദിക്കരുത്. എല്ലാം ശാന്തമാകും എന്ന് കരുതി കാത്തിരിക്കുകയും വേണ്ട. കൊടുങ്കാറ്റിലും നൃത്തം ചെയ്യാൻ കഴിയുന്നവനാകും ശക്തമായ മനസ്സിനുടമ.